അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫോർത്ത് സെമസ്റ്റർ BScയുടെ കോമൺ അറബിക് അൽ ജമാൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. എങ്കിലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിതിൽ പറയുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ അസിയാഹത്തു വസഫർ, യാത്രയും സഫർ എന്ന് പറഞ്ഞ യാത്രയാണ്, സിയാഹത്ത് എന്ന ടൂറിസമാണ്. ടൂറിസവും അതുപോലെ യാത്രയുമാണ്. ഓക്കെ, ഹലാറത്ത് എന്ന് പറഞ്ഞാൽ സിവിലൈസേഷൻ എന്നാണ്. അപ്പോൾ സക്കാഫത്ത് എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്. അപ്പോൾ മാരിഫത്ത് വിജ്ഞാനമാണ്. അപ്പോൾ ഏതൊരു യാത്രയും അതുപോലെ ടൂറിസം ഒക്കെ നമുക്ക് പകർന്നു തരുന്ന നാഗരികതയും അതുപോലെ തന്നെ കൾച്ചറും വിജ്ഞാനവും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള ഒരു സമ്മറി എന്തായാലും നിർബന്ധമായി പഠിക്കണം. ഓക്കെ, അതാണ് നമ്മൾ കുറച്ച് പോയിന്റുകളിലായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് അസിയാഹത്ത്, അതിൽ നമ്മൾ കുറച്ച് പോയിന്റായി സമ്മറി പറയാണ്. നിങ്ങൾ കുറച്ച് പാരഗ്രാഫ് ടൈപ്പിലൊക്കെ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അസിയാഹത്ത് വസ്സഫറു ലൈസ മുജറദു തർഫിയത്ത്, യാത്രയും ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഒരു ആസ്വാദനം മാത്രമല്ല. ബൽ യാക്കിസാനി ഹദാറത്ത ഷുഊബി വ സഖാഫത്തിഹ വ താരീഖിഹ, ബൽ എന്നല്ല, അത് യാക്കിസാനി, അത് പ്രതിഫലിപ്പിക്കുന്നു. ഹദാറത്ത ഷുഊബ്, ജനങ്ങളുടെ നാഗരികതയെ, വ ഷുഊബ്, ഷുഊബ് എന്ന് പറഞ്ഞാൽ ജനവിഭാഗം എന്ന് തന്നെ അർത്ഥം. വ സഖാഫത്തിഹ, അതുപോലെ തന്നെ ആ നാഗരികതയുടെ കൾച്ചർ, വ താരീഖിഹ, അവരുടെ ചരിത്രം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്, നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ്. അതിലൂടെ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യാത്ര എന്ന് പറഞ്ഞാൽ. തുഅദ്ദു സിയാഹത്തു വസീലത്തൻ ലിതഅറുഫി അലൽ മഅരിഫ, ലിതഅറുഫി അലൽ മഅരിഫ, വിജ്ഞാനത്തെ അറിയാനുള്ള ഒരു മാധ്യമമാണ് യാത്ര എന്ന് പറഞ്ഞാൽ. അതായത് അറിവിന് നേടിയെടുക്കാനുള്ള ഒരു മാധ്യമമാണ് യാത്ര എന്ന് പറയുന്നത്. വക്തിസാബി തജാറുബ്, അനുഭവങ്ങളെ നേടിയെടുക്കാൻ. ഇക്തിസാബ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്നാണ്. തജാറുബ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. അൽ ഇൻസാനിയ, മാനവികമായ, അൽ മുത്തനവ്വിഅ, വൈവിധ്യപൂർണമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള മാനവികമായിട്ടുള്ള അനുഭവങ്ങളെ ആർജിച്ചെടുക്കുന്നതുമാണ് യാത്ര എന്ന് പറഞ്ഞാൽ. സിയാദത്തു അദദി സയ്യാഹിൻ തദുല്ലു അലാ തഖദ്ദുമി ദൗല, ഒരു രാജ്യത്തിൻ്റെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ വികാസത്തെയാണ് അറിയിക്കുന്നത്. സിയാദത്തു അദദ്, എണ്ണം കൂടുന്നത്. അസിയാഹ്, സയ്യാഹ് എന്ന് പറഞ്ഞാൽ സായിഹിൻ്റെ ജമ്മാണ് സയ്യാഹ്. സായിഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്. ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. തദുല്ലു, അത് അറിയിക്കുന്നു. അല തഖദ്ദുമി ദൗല, ഒരു രാജ്യത്ത്, ദൗലത്ത് എന്ന് പറഞ്ഞാൽ കൺട്രി എന്നാണ്, വതൻ എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തിൻ്റെ തഖദ്ദും, അതിൻ്റെ പ്രോഗ്രസിനെയാണ് അറിയിക്കുന്നത്. വഹുസ്നി സൂറത്തിഹ അമാമൽ ആലം, ലോകത്തിന് മുമ്പ് അതിന് നല്ലൊരു ചിത്രമുണ്ട് എന്നുമാണ് ഇത് അറിയിക്കുന്നത്. ഓക്കെ, വഖദ് ദഅൽ ഖുർആനുൽ കരീം, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ക്ഷണിക്കുന്നു. ഇല സൈരി, യാത്ര ചെയ്യാൻ. ഫിൽ അർളി, ഭൂമിയിലൂടെ. വത്തഫക്കുരി ഫി ഖൽഖില്ല, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് ചിന്തിക്കാനും പഠിപ്പിക്കുന്നു. തതനവ്വഉ സിയാഹത്തു ബൈന തർഫീഹിയത്തിൻ വ ദീനിയത്തിൻ വ തഖാഫിയത്തിൻ വ ഇലാജിയത്തിൻ വ തിജാരിയത്തിൻ. തതനവ്വഉ സിയാഹ, ടൂറിസം വൈവിധ്യമാണ്. വ്യത്യസ്ത തലത്തിലുള്ള ടൈപ്പിലുള്ള ടൂറിസം ഉണ്ട്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ യാത്ര ചെയ്യും. അതിലൊന്നാണ് തർഫീഹിയത്ത് എന്ന് പറഞ്ഞാൽ ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? യാത്ര പോകും. വദീനിയത്തിൻ, റിലീജിയസ് ആയിട്ടുള്ള യാത്രകൾ നടത്തും. മക്കയിലേക്കും അതുപോലെ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും നടത്തുന്ന തീർത്ഥാടനങ്ങളൊക്കെ അതിൽ പെടും. സഖാഫിയത്തിൻ, കൾച്ചറലായിട്ടുള്ള യാത്രകളുണ്ട്.
പഠനപരമായിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇലാജിയത്തിൽ ചികിത്സക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യും അല്ലേ? ചികിത്സാ രാജ്യങ്ങൾ, ചികിത്സ കൂടുതലുള്ള ഇപ്പോൾ അറബികളൊക്കെ നമ്മുടെ കേരളത്തിലെ വിവിധ ആയുർവേദ കേന്ദ്രങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. അതൊക്കെ അതിൻ്റെ പെടും. തിജാരിയത്തിന് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള യാത്രകളുണ്ട്, ഈ ബിസിനസ് യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് യാത്രകൾ ഉണ്ട്. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് യാത്രകളെ കുറിച്ച് ചോദിച്ചാൽ ഇത് പറയേണ്ടി വരും. تلعب السياحة دورا مهما في دعم الاقتصاد الوطني وتوفير فرص العمل. തൽഅബു സിയാഹത്തു, ഈ ടൂറിസം പങ്ക് വഹിക്കുന്നുണ്ട്, ദൗറൻ മുഹിമൻ, വലിയൊരു പങ്ക്, ഫി ദഅമിൽ ഇഖ്തിസാദ്, സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ആ, വളർച്ചയ്ക്ക് ടൂറിസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അൽ വത്തനി, നാഷണൽ, പിന്നെ സാമ്പത്തിക ലെവലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ തൗഫീരി ഫുറസ്, അപ്പോൾ തൗഫീർ എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കുന്നു, ഫുറസുൽ അൽ അമൽ, ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാകും. ടൂറിസ്റ്റുകൾ വരുമ്പോൾ പല മേഖലകളിലും ജോലി സാധ്യതകൾ ഉണ്ടാവും. യസ്ഹമു സഫർ ഫി തൗസിഇ മദാരിക് ഇൻസാനി വസിയാദത്തി വഈഹി ബിൽ ഹയാത്തി വഖ്തിലാഫി സഖാഫാത്ത്. യസ്ഹമു സഫർ, യാത്ര നൽകുന്ന ഒരു കാര്യമാണ്, ഫി തൗസിഇ മദാരികിൽ ഇൻസാൻ, മനുഷ്യൻ്റെ അറിവിനെ വികസിപ്പിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിജ്ഞാനത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ അത് വികസിപ്പിക്കും. സിയാദത്ത് വഈഹി, അവൻ്റെ വഈ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധമണ്ഡലത്തെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. ബിൽ ഹയാത്തി, ജീവിതത്തെക്കുറിച്ചുള്ള ബോധം, വൽ ഇഖ്തിലാഫി സഖാഫാത്ത്, വ്യത്യസ്ത കൾച്ചറുകളെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. അതായത് ലോകത്തെ നമ്മുടെ ഒരു ലോകത്ത് ചുരുങ്ങുന്നതിനും അപ്പുറം മറ്റ് ലോകങ്ങളെക്കുറിച്ചും മറ്റ് മനുഷ്യരെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്കൊരുപാട് ലോകത്തെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ നമുക്ക് വളർന്നു വരും. ഓക്കെ, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മളിതിൽ ഇവിടെ സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്, ചാപ്റ്റർ വൈസ് നിങ്ങൾ തന്നെ സമ്മറൈസ് ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മൾ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, നോട്ട്സ് കിട്ടും. അപ്പോൾ ഒരു ലളിതമായിട്ടുള്ളൊരു സമ്മറി നമുക്ക് എഴുതാൻ കഴിയും. മാ തഅരീഫു സിയാഹത്തി കമാ വറദ ഫിൻ നസ്സ്, ടൂറിസം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പാഠഭാഗത്ത് വന്നത് പ്രകാരം, സഫറുൻ ഇലൽ മഅരിഫത്തി വത്തജാറുബിൽ ഇൻസാനിയത്തിൽ മുത്തനവ്വഅ. സഫറുൻ പറഞ്ഞാൽ അത് സഫറുൻ ഇലൽ മഅരിഫത്ത്, വിജ്ഞാനങ്ങളിലേക്കുള്ള യാത്രയാണ്, വത്തജാറുബ്, അനുഭവങ്ങളിലേക്കും, അൽ ഇൻസാനിയ, മാനുഷികമായിട്ടുള്ള, അൽ മുത്തനവ്വിഅ, വൈവിധ്യപൂർണമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള അനുഭവങ്ങളിലേക്കുള്ള യാത്രയാണ് സിയാഹത്ത്, ടൂറിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കൊടുത്തിട്ടില്ല, ഏറ്റവും പ്രധാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മദ്ദലാലത്ത് മിൻ ഇസ്തിയാദി അദദി സിയാഹി ഫി ബലദിമ, ഏതെങ്കിലും ഒരു നാട്ടിലെ ടൂറിസം, ഒരുപാട് ടൂറിസ്റ്റുകൾ, സയ്യാഹ് എന്ന് പറഞ്ഞാൽ സായിഹ് എന്നുള്ളതിൻ്റെ ജമാണ്. സായിഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റാണ്, സയ്യാഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളാണ്. ഓക്കെ, ഒരു നാട്ടിൽ ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് എന്തിനെയാണ് അറിയിക്കുന്നത്? യദുല്ലു ഇസ്തിയാദി ആദദി സിയാഹി, ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് അല ഉമ്മുക്കി ഹലാറത്തിൽ ബലദ്, ആ നാടിൻ്റെ ആഴമുള്ള സിവിലൈസേഷനെയാണ് അറിയിക്കുന്നത്. വഹസ്നി സൂറത്തിഹ അമാമൽ ആലം, ലോകത്തിന് മുമ്പ് നല്ലൊരു ചിത്രമുണ്ട് എന്നാണ് അത് അറിയിക്കുന്നത്. തഖദ്ദുമി ഖിദ്മാത്തിഹി വ സഖാഫത്തി, അവർ ചെയ്യുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർവീസുകളെയാണ് അറിയിക്കുന്നത്. വ സഖാഫത്തിഹി, അവരുടെ സംസ്കാരത്തെയുമാണ് അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യം ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് എന്താണ് ആൻസർ? ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് യദുല്ലു ഇസ്തിയാദു അദദി സിയാഹി അല ഉമുഖി ഹദാറത്തിൽ ബലദ്, രാജ്യത്തിൻ്റെ ആഴമുള്ള കൾച്ചർ, ഹദാറത്ത് സൂറത്തിഹി അമാമൽ ആലം, ലോകത്തിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ ഒരു ചിത്രം, തഖദ്ദുമി ഖിദ്മാത്തിഹി വ തഖാഫത്തിഹി, സാംസ്കാരികമായും സർവീസ് പരമായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഇത്രയാണ്. നാലാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മ അൻവാഉ സിയാഹത്തിൽ മദ്കൂറ ഫിൻ നസ്ർ, പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൂറിസങ്ങൾ ഏതൊക്കെയാണ്? അസിയാഹത്തു തർഫിഹിയ, എൻ്റർടൈൻമെൻറ്റ് ടൂറിസം, അസിയാഹത്തു ദീനിയ, റിലീജിയസ് ടൂറിസം, അസിയാഹത്തു സഖാഫിയ, കൾച്ചറൽ ടൂറിസം, അസിയാഹത്തുൽ ഇലാജിയ, മെഡിക്കൽ ടൂറിസം, അസിയാഹത്തു
തിജാരിയ കൊമേഴ്ഷ്യൽ ടൂറിസം, അസിയാഹത്തു ഉൽ ജമാഇയ മാസ് ടൂറിസം, അസിയാഹത്തുൽ ഫർദിയ ഇൻഡിവിജ്വൽ ടൂറിസം. ഇങ്ങനെ പല തരത്തിലുള്ള ടൂറിസം എന്ത് ചെയ്യുന്നുണ്ട്, പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി പാഠഭാഗത്ത് ചേർത്ത് എഴുതാൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതെങ്കിലും ഒരു 9 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററും അത് പഠിച്ചു വെക്കുന്ന നിർബന്ധമാണ്. ഓരോ ടൂറിസം കൊടുത്തിട്ട് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ശരിയായ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അസിയാഹത്തു സഖാഫിയ കൾച്ചറൽ ടൂറിസത്തിൽ പെടുന്നതാണ് ഹുളൂറുൻ നദ്വാത്തി വൽ മആരിദ്, എക്സിബിഷനുകളിലും അതുപോലെ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി യാത്ര പോകുന്നത് അത് കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അസിയാഹത്തു ദീനിയ ദീനിയായ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിയാറത്തുൽ അമാക്കിനിൽ മുഖദ്ദസ വിശുദ്ധമായ സ്ഥലങ്ങളെ, അംകിനത്ത് അമാക്കിൻ, ഓക്കെ, മക്കാൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് അമാക്കിനും അംകിനത്തൊക്കെ, ഓക്കെ. അപ്പോൾ വിവിധ സ്ഥലങ്ങൾ, പരിശുദ്ധമായ സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് റിലീജിയസ് ടൂറിസമാണ്. അസിയാഹത്തുൽ ഇലാജിയ എന്ന് പറഞ്ഞാൽ മെഡിക്കലാണ്. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്തിശ്ഫാഉ മിനൽ അമ്റാദ് രോഗങ്ങളിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് നാടുകളിലേക്ക് പോവുകയാണ്. ഓക്കെ. അസിയാഹത്തു തർഫീഹിയ എന്ന് പറഞ്ഞാൽ മുഷാഹദത്തുൽ മനാദിരി ത്വബീഇയ്യ പ്രകൃതിയിലെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പോകുന്നത്, പ്രകൃതിയുടെ മനോഹാരിത കാണാൻ പോകുന്നതൊക്കെ തർഫീഹിയത്താണ്, എൻ്റർടൈൻമെൻറ്റ് ടൂറിസമാണ്. അസിയാഹത്തു തിജാരിയ എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണ് ഉമുഖുസ് സഫഖാത്ത് വ സിയാറത്തുൽ മആരിഫ്, അഖ്ദുസ് സഫഖാത്ത് വ സിയാറത്തുൽ മആരിഫ്. മആരിഫ് എന്ന് പറഞ്ഞാൽ എക്സിബിഷനുകൾ. ഇപ്പോൾ മേലെ പറഞ്ഞ ബുക്ക് എക്സിബിഷനൊക്കെ വേണമെങ്കിൽ അത് തക്കാഫത്ത് എന്നുള്ള രൂപത്തിലാണ് പെടുക. എന്നാൽ ഇവിടെ പറഞ്ഞ ഇത് പിന്നെ ഈ എക്സ്പോകളൊക്കെ ഉണ്ടാവും, ഈ ബിസിനസ് പരമായിട്ടുള്ള എക്സ്പോകൾ, അതിലൊക്കെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊമേഴ്ഷ്യൽ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ. അഖദു സഫഖാത്ത് എന്ന് പറഞ്ഞാൽ അഖദ് എന്ന് പറഞ്ഞാൽ ഡീൽ എഗ്രിമെന്റിന് ഭാഗമായിട്ടുണ്ട്. അത് രണ്ടും ഏകദേശം ഒന്ന് തന്നെ. സഫഖാത്ത് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിന് വേണ്ടിയിട്ട് നടത്തുന്ന യാത്രകൾ. ഇപ്പോൾ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു കമ്പനി അടുത്ത രാജ്യത്തെ ഒരു കമ്പനിയുമായിട്ട് കൊളാബറേഷൻ നടത്തുമ്പോൾ, ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ മാരുതി സുസുക്കി ഇപ്പോൾ 2 കമ്പനികളാണ്. ആ 2 കമ്പനികൾ ഒന്നിച്ച് അക്കതിന് വേണ്ടിയിട്ട് അവർ യാത്ര നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ടൂറിസമാണ്. അതൊക്കെ ടൂറിസത്തിൻ്റെ അതാണ് അഖദു സഫഖാത്ത് എന്ന് പറയുന്നത്, സിയാറത്തുൽ മആരിഫ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജംഅ മുഫ്രദ് എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഫ്രദ് ജമ്മുകളാണ് ബലദ്, ബുൽദാൻ. ബലദ് എന്ന് പറഞ്ഞാൽ നാട് എന്നാണ് അർത്ഥം അല്ലേ, ബുൽദാൻ എന്ന് പറഞ്ഞാൽ നാടുകൾ. മആലിം എന്ന് പറഞ്ഞാൽ പിന്നെ മആലിമ്, മഅലമ്, മആലിം. ഓക്കെ. ത്വരീഖ്, തുറുക്ക്. ത്വരീഖ് എന്ന് പറഞ്ഞ വഴിയാണ്, തുറുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംആണ് വഴികൾ. സയ്യാഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ജമ്മു സായിഹ് എന്നാണ്. മറാഫിഖ് എന്നുള്ളതിൻ്റെ ജമ്മു മിർഫഖ് എന്നാണ് അർത്ഥം. ഓക്കെ. മആലിം എന്ന് പറഞ്ഞാൽ ലാൻഡ്മാർക്കുകളാണ്. ഓക്കെ, ലാൻഡ്മാർക്ക്സ്, മഅലം അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. ഇനി എഴുതാൻ ദൗലത്ത് എന്നുള്ളതാണ് മുഫ്രദ്. അതിൽ ജമ്മു ദുവൽ എന്നാണ്. ദൗലത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ്, ദുവൽ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ എന്നാണ്. ഹലാറത്ത് കൾച്ചറാണ്. ഹലാറാത്ത് എന്ന് പറഞ്ഞാൽ സിവിലൈസേഷനാണ്, നാഗരികതയാണ്. ഹലാറാത്ത് എന്ന് പറഞ്ഞാൽ സിവിലൈസേഷനുകൾ. ഷഅബ് ജനങ്ങൾ, ഷുഊബ് ജനവിഭാഗങ്ങൾ. സഖാഫത്ത് കൾച്ചറുകൾ. ഉഫുക്ക് ചക്രവാളം, അതായത് നമ്മുടെ ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രതലത്തിൽ നിന്ന് അങ്ങേ അറ്റം കാണുന്ന ആ ഭാഗങ്ങളെയാണ് ഉഫുക്ക് എന്ന് പറയുക. അപ്പോൾ ചക്രവാളം എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അറ്റങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഉഫുക്ക്, ആഫാഖ്, അതിൻ്റെ ജമ്മാണ് ആഫാഖ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.